അറിയില്ല ചേച്ചി, ഭയങ്കര വയറുവേദന. രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതറിയില്ല ചേച്ചി, എനിക്ക് തീരെ സഹിക്കാൻ വയ്യ. ആ മോളെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഈശ്വര, പണി പാളിയോ? ഇവിടത്തെ ചാടിയിങ്ങനെ മഴ മിസ് തന്നെ പറപ്പിക്കും. പോകുന്നത് തൽക്കാലം നല്ലത്. ഹലോ അച്ഛ. മോളെ, കുക്കുവിന് എങ്ങനെയുണ്ട്? അവക്ക് നല്ല വയറുവേദന അച്ഛ, നല്ല കരച്ചില്ല. ആണോ? എങ്കിലും മോള് നേരെ ജീവനങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. അവിടെ നിരൂപം നിരഞ്ജനം ഉണ്ടല്ലോ. ആ, അത് ശരിയാണല്ലോ. ശരി അച്ഛ, ഞങ്ങൾ എന്നാ അങ്ങോട്ട് പോയിക്കോളാം. മോളെ, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ശരി അച്ഛ. എന്താ ചേച്ചി? അച്ഛനാ വിളിച്ച. നിന്നെ നിരൂപേട്ടന്റെ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താ പോരെ? വേണ്ട, ഹോസ്പിറ്റലിൽ പോ. മിണ്ടാതിരുന്നോ അവിടെ. ഓ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു എന്റെ ദൈവമേ. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഇതിലും ഭേദം ക്ലാസ് ഇരുന്ന് ചീത്ത കേൾക്കുന്നതായിരുന്നു. കുക്കു, നിനക്ക് എവിടെയാ വേദന? അടിവീട്ടിലല്ലേ? ആ ആ ആ അതെ. അപ്പൊ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം. ഓ, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം. ഞാൻ എന്തിവിടെ പ്രസവിക്കാൻ വന്നതാണോ? ഓ, നിരൂപേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ, ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളത്? മാം, പുതിയൊരു ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ നിരഞ്ജൻ. കൺസൾട്ടേഷൻ എടുത്തട്ടെ. ആര്? ഒന്നുകൂടെ പറഞ്ഞേ. എടി നിരഞ്ജൻ. അയ്യോ, ലേഡീസ് ആരും ഇല്ലേ? ഇല്ല മാഡം, ലേഡി ഡോക്ടർ ലീവാ. നിങ്ങൾ ഡോക്ടർ നിരഞ്ജൻ എഴുതിക്കോ. ചേച്ചി ചേച്ചി, വേണ്ട വേണ്ട. ആ കാലന്റെ കയ്യിൽ എന്നെ കിട്ടിയാൽ ചിലപ്പോൾ അയാൾ കുടൽമാല വരെ എന്റെ പുറത്ത് ചാടിക്കും. അങ്ങനെയൊന്നുമില്ല, പറയുന്നത് കേട്ടാ മതി നീ. ഈശ്വര, എവിടെ എന്റെ വലിയേട്ടൻ? ഈ ചേച്ചി എന്നെ ആ കാലന്റെ മുന്നിൽ കൊണ്ടുപോയി ബീഫ് ഫ്രൈ വിളമ്പുമ്പോ എന്നെ ഒന്ന് രക്ഷിക്കണേ ആരെങ്കിലും.